ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളുമൊക്കെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ചില വൃത്തികെട്ട ജന്മങ്ങളുടെ പേരുകളാകയാൽ അവിടെ അഹോരാത്രം പണിയെടുക്കുന്ന, പാടുപെടുന്ന ഒരുപാട് സാധുക്കളായ ചെറുപ്പക്കാരുടെ ദൗത്യം പറയാതെ വിട്ടുപോകരുത്. അതിൽ പട്ടാളക്കാരും സേനാംഗങ്ങളും മറ്റുള്ളവരും അത്തരം ആളുകളും എല്ലാം ഉള്ളതിനോട് കൂടി തന്നെ ഇതൊന്നുമല്ലാത്ത ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുമുണ്ട്. അതിൽ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരുണ്ട്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എന്നാൽ അതോടൊപ്പം മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ വളരെ അഭിമാനപൂർവ്വം എടുത്തു പറഞ്ഞുകൊണ്ട് അഭിനന്ദിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കാരണം അത്രമേൽ ത്യാഗപൂർവമായാണ് അവർ പെരുമാറുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റെന്തും മറന്ന് പെരുമാറാൻ മറ്റാരെക്കാളും ധൈര്യവും സ്ഥൈര്യവും ഉള്ളത് അവർക്ക് തന്നെയാണ്. ഉടുപ്പൂരിയ കഥ പറഞ്ഞും ഉടുപ്പ് തയ്പ്പിച്ച കഥ പറഞ്ഞുമൊക്കെ മോഹൻദാസിനെപ്പോലെ വിഷജന്തുക്കൾ എത്രമേൽ ആക്ഷേപിച്ചാലും അവരുടെ തിളക്കം ഒട്ടും കുറയുന്നില്ലെന്ന് മാത്രമല്ല, ഇത്തരം ജന്തുക്കളെ കണ്ടുകൊണ്ടല്ല അവരിത്തരം സേവനങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതും അവരുടെ ഒരു പ്രത്യേകതയാണ്. അത് വയനാട്ടിൽ ശരിക്കും എല്ലാവരും കാണുന്നും അറിയുന്നും അനുഭവിക്കുന്നുമുണ്ട് എന്നതാണ് വസ്തുത. നിരവധി സാമൂഹ്യ യുവജന പ്രസ്ഥാനങ്ങളൊക്കെയും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെയും നിരവധിയായ സേവനങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുമുണ്ട്. ഒരുപാട് പേർ ഒരുപാട് തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം മോഹൻദാസ് പേരെടുത്ത് പറഞ്ഞ കുറേ ചെറുപ്പക്കാരുണ്ടല്ലോ, അവരുടെ സേവനത്തെ എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കി നിൽക്കുന്നത്. അതിൽ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരുടെ വളരെ വലിയൊരു യുവജന നിര അഹോരാത്രം മുഴുവൻ സമയമുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനും അതിൻ്റെ ഏർപ്പാടുകൾക്കും അതെവിടെയൊക്കെ ഉള്ളിലുണ്ടോ അതൊക്കെ കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ള അധ്വാനത്തിലുണ്ട്. ക്യാമ്പുകളിലുണ്ട്, മറ്റു പല സ്ഥലങ്ങളിലുമുണ്ട്. പിന്നെ SKSSFൻ്റെയും SYSൻ്റെയും ഒക്കെ വളരെ സംഘടിതമായ ചെറുപ്പക്കാർ അഹോരാത്രം കഷ്ടപ്പെട്ട് അവിടെ പണിയെടുക്കുന്നുണ്ട്. പിന്നെ ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളുടെ ആളുകൾ പലരുമുണ്ട്. എന്നാൽ ഇവർ ധൈര്യപൂർവ്വം രംഗത്തിറങ്ങുന്നത് അതൊരു അപൂർവ കാഴ്ചയൊന്നുമല്ല. ഏത് ദുരന്തങ്ങളുണ്ടാകുമ്പോഴും അവരാണ് ഇതിനൊക്കെ മുന്നിട്ടിറങ്ങാറുള്ളത്. നിപ്പ വന്നപ്പോൾ അവരെ സംസ്കരിക്കാനും അവർക്ക് വേണ്ടി കുഴിയെടുക്കാനും ഈ ചെറുപ്പക്കാരല്ലാതെ ആരാണ് വേറെ ഉള്ളത്? ന്യായം പറയുന്നവനും വിലയിരുത്തുന്നവനുമൊക്കെ ശരീരത്തിലെ നവദ്വാരങ്ങളിലും ഈ പഞ്ഞു കയറ്റി സുഖസമൃദ്ധമായി എവിടെയെങ്കിലും കുത്തിയിരുന്ന് അതിൻ്റെ കീഴ്ശ്വാസാനന്ദം സ്വയം അനുഭവിക്കുന്നതിനപ്പുറത്ത് എന്ത് സേവനങ്ങൾക്കാണ് വെള്ളത്തിലുണ്ടാവുക, ചേറിലുണ്ടാവുക, ചെളിയിലുണ്ടാവുക, മണ്ണിലുണ്ടാവുക, മഴയിലുണ്ടാവുക, കൊടുങ്കാറ്റിലുണ്ടാവുക, മണ്ണിടിച്ചിലുണ്ടാവുക? ഇല്ല, ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവരെക്കുറിച്ച് പ്രത്യേകം അഭിമാനപൂർവ്വം ഓർക്കുന്നത്. അതിനവരെ പ്രേരിപ്പിക്കുന്നത് ആ മാനസികമായ സ്ഥൈര്യത്തിൻ്റെ ഭാവം വെറുതെ വരുന്നതല്ല. ഉടയതമ്പുരാനായ പടച്ചവൻ ഈ സേവനങ്ങൾക്കൊക്കെ പ്രതിഫലം നൽകുമെന്നും ഇനി ഈ സേവനങ്ങൾക്കിടയിൽ മരണപ്പെട്ടാൽ പോലും അത് വലിയൊരു അനുഗ്രഹമാണെന്നും അതിന് മടിയില്ലെന്നും വിശ്വസിക്കുന്നവരുടെ ത്യാഗോജ്വലമായ പോരാട്ടവും അവരുടെ സമർപ്പണവും കൂടിയാണ് ഈ വയനാടിൻ്റെ അതിജീവനം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കൈത്താങ്ങ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല.